മറ്റൊരു വാർത്തയിലേക്ക്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ജാമ്യമില്ല. സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. മറ്റൊരു പ്രതിയായ ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകൾ ഉണ്ട് എന്നും കുറ്റം നിലനിൽക്കുമെന്നും കോടതി കണ്ടെത്തി. ബാക്കി 5 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, ജാമ്യം നിഷേധിച്ചുകൊണ്ട് എന്ത് നിരീക്ഷണമാണ് കോടതി നടത്തിയത്? അഭിലാഷ്, നിർണായകമായ ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. UAPA കേസുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ കേസുകൾക്കും ബാധകമാകുന്ന തരത്തിലുള്ള വിധിയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിലാദ്യം ഉമർ ഖാലിദിനും ഒപ്പം ഷർജിൽ ഇമാമിനും ജാമ്യമില്ല എന്നുള്ള തിരിച്ചടി കൂടി ആദ്യം തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അവർ ഇരുവരെ പേരിൽ ഡൽഹി കലാപത്തിൽ അവർ ഗൂഢാലോചന നടത്തിയതിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇവർക്ക് 5 വർഷം ജയിലിൽ കിടന്നാൽ പോലും ഇനിയും ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. മാത്രമല്ല, വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നുള്ള കാര്യം തുടങ്ങണമെന്നുള്ള കാര്യം കൂടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡൽഹി പോലീസിനോട്. കാരണം ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല. അത് എന്തുകൊണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ള കാര്യം കോടതി ചോദിച്ചെങ്കിൽ പോലും ഷർജിൽ ഇമാമിനും ഉമർ ഖാലിദിനും ജാമ്യം നൽകാനുള്ള കഴിയില്ല എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊപ്പം കൂടെ ഉണ്ടായിരുന്ന വേറെ 5 പേര് കൂടെയുണ്ട് ജാമ്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച. ആ 5 പേർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു. അവരുടെ പേരുകൾ ഇങ്ങനെയാണ്: ഷിഫ ഉർ റഹ്മാൻ, മുഹമ്മദ് സലീം ഖാൻ, അതുപോലെ ഷാദാബ് അഹമ്മദ്, ഗുൽഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ. ഈ 5 പേർക്കും 12 ഉപാധികളോടെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ആ ഉപാധികൾ എന്തൊക്കെയാണെന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ ഈ 7 പേരാണ് ജാമ്യാപേക്ഷ നൽകിയത്. ഓരോരുത്തരുടെയും ജാമ്യാപേക്ഷ ഓരോന്നായിട്ടാണ് പരിഗണിച്ചത്. അതിൽ ബാക്കി 5 പേർക്കും ജാമ്യം കിട്ടിയെങ്കിലും ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിരീക്ഷണത്തിലേക്കാണ് കോടതി എത്തിയത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് UAPA കേസിൽ എത്ര കാലം ജയിലിൽ കിടന്നു. ഉമർ ഖാലിദിന് ജാമ്യമില്ല എന്നതാണ്. ന്യൂയോർക്ക് മേയറായി ചുമതലയേറ്റിരുന്ന മംദാനി കഴിഞ്ഞ ദിവസം ഉമർ ഖാലിദിന് ഒരു കത്തയച്ചതടക്കം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ വലിയ വാർത്തയായിരുന്നു, പിന്തുണച്ചുകൊണ്ട്. പക്ഷേ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു മംദാനിയെയും നമ്മൾ അനുവദിക്കാറില്ല. നമ്മുടെ നിയമപരമായ കാര്യങ്ങൾ നോക്കുന്നതിന് നമുക്ക് പരമോന്നതമായ കോടതിയുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് നമ്മുടേതായ ഭരണഘടനയും അതിന് നേതൃത്വം നൽകുന്ന ഒരു ഭരണ സംവിധാനവും ഉണ്ട് എന്നതുകൂടിയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്.